പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊള്ളുക. എന്തൊക്കെയാണ് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാൻ പോയാൽ മതി. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻസ് വല്ലതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. അതായത് നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസ് വയലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്തിട്ട് വാർണിംഗ് സ്ട്രൈക്ക് മാറ്റാനൊക്കെ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് യൂട്യൂബിൽ വാർണിംഗ് സ്ട്രൈക്ക് മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച്. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളുക. അപ്പൊ ഈ വാർണിംഗ് സ്ട്രൈക്ക് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അതായത് വലിയ പ്രശ്നത്തിന്റെ ഒരു തുടക്കമാണ് ഈ വാർണിംഗ് സ്ട്രൈക്ക്. അപ്പൊ ഈ വാർണിംഗ് സ്ട്രൈക്കിന് ശേഷം നമ്മുടെ ചാനലിൽ പിന്നൊരു വാർണിംഗിന് ഒന്നുള്ള അവസരമില്ല, നേരെ സ്ട്രൈക്ക് ആയിരിക്കും വരുന്നത്. അങ്ങനെ 3 സ്ട്രൈക്ക് നമുക്ക് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ 90 ഡേയ്സിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയും കാര്യമായിട്ട് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. പലരുടെയും യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ പലർക്കും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ. കഴിഞ്ഞ ദിവസം ഇതുപോലെ നമ്മളൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചായിരുന്നു. അദ്ദേഹം ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു. അതായത് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്രിയേറ്ററാണ്. പുള്ളിക്കാരന് ഇതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നു. പുള്ളി പറയുന്നത് പുള്ളിയുടെ വീഡിയോയിൽ എങ്ങും തന്നെ ഒരു രീതിയിലുള്ള വയലേഷനും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെങ്കിൽ അപ്പീൽ ചെയ്തതിന് ശേഷം യൂട്യൂബ് അത് റിജക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 90 ഡേയ്സിലേക്ക് ആ ഒരു സ്ട്രൈക്ക് ചാനലിൽ കിടക്കും. ഈ ചാനലിൽ ഒരു സ്ട്രൈക്ക് വന്ന് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഓക്കെ, 90 ഡേയ്സ് കഴിയുമ്പോൾ ഇത് പോകും, അല്ലെങ്കിൽ ഈ സ്ട്രൈക്ക് എക്സ്പയർ ആകും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രൈക്ക് വരുന്നതോടുകൂടി നമ്മുടെ ചാനലിന്റെ സ്റ്റാൻഡിങ് മൊത്തത്തിൽ തന്നെ മാറും. ഇപ്പൊ നല്ല റീച്ച് ഉള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനലിൽ തന്നെ ടേക്ക് ഡൗൺ ചെയ്യും, പിന്നെ റീച്ച് അങ്ങോട്ട് കുറയും. അപ്പൊ എനിക്ക് ഇതേപോലെ ഒരു പണി കിട്ടിയതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആയിട്ടുള്ള വാർണിംഗ് ആയിട്ടാണ് വന്നത്. അപ്പൊ അത് ഞാൻ എന്തെടുത്തു, യൂട്യൂബിന് അപ്പീൽ ചെയ്തു, അവർ റിജക്ട് ചെയ്തു. അതിനുശേഷം എക്സിലൂടെ ഞാൻ യൂട്യൂബ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കുറെ അതിന്റെ പുറകെ ഞാൻ നടന്നു, എങ്ങനെയെങ്കിലും ആ ഒരു വാർണിംഗ് മാറ്റാനായിട്ട്. കാരണം എന്റെ ആ ഒരു വീഡിയോയിൽ ഒരു രീതിയിലുള്ള വയലേഷൻ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ടീമിന്റെ പുറകെ നടന്ന് ഇതൊന്ന് സെറ്റ് ആക്കാനായിട്ട് നോക്കിയത്. പക്ഷേ അവർ ഒരു രീതിയിലും അടുത്തില്ല. കാരണം അവർ പറയുന്നത് ആ വീഡിയോയിൽ വയലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ വീഡിയോയിൽ വയലേഷൻ ഉള്ളത് കൊണ്ടാണോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വാർണിംഗ് വന്നത്, അതോ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ടാഗ് സെക്ഷനിലും എന്തെങ്കിലും വയലേഷൻ ചെയ്തുകൊണ്ടാണോ ഈ ഒരു സ്ട്രൈക്ക് വന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്. അതായത് നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ വീഡിയോ ഓക്കെയാണ്, വീഡിയോയിൽ ഒരു പ്രശ്നവുമില്ല, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കൊടുക്കുന്ന കീവേഡ്സ്, ഹാഷ്ടാഗ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വലിയ ബോധരായിരിക്കത്തില്ല. ചിലപ്പം നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന കീവേഡ്സ് ഒക്കെ എടുത്ത് കീച്ചും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആ കീവേഡ്സ് ഒക്കെ തന്നെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസീസ് വയലേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് വരുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു മിസ്റ്റേക്കും കാണിച്ചില്ല, യൂട്യൂബ് ഫേക്ക് ആയിട്ട് സ്ട്രൈക്ക് വന്നു, അപ്പീൽ ചെയ്യുമ്പോൾ അതും റിജക്റ്റ് ആവുന്നു. മനസ്സിലായോ? അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്, ആ വീഡിയോയ്ക്കകത്തല്ല, നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കീവേഡ്സിൽ അല്ലെങ്കിൽ ഹാഷ്ടാഗില് ടാഗിലൊക്കെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ തമ്പനയിൽ കാണിക്കുന്ന വയലേഷനും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോയിൽ എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന തമ്പനെയിൽസ് യൂട്യൂബിന്റെ പോളിസീസ് വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രമേ ഇനി ഈ കാര്യങ്ങൾ ചെയ്യാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് വരും. എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് അറിയത്തില്ലായിരിക്കും. അതിന് മുമ്പ് നമ്മുടെ ചാനലിന് മടി കിട്ടും. അപ്പൊ ഈ രീതിയിൽ പലർക്കും ചാനലിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വാർണിംഗും സ്ട്രൈക്കും ഒക്കെ പലർക്കും വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് അവരുടെ വീഡിയോ ഓക്കെയാണ്, ഒരു രീതിയിലുള്ള പോളിസി വയലേഷനും ഇല്ല, യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്റ്റേക്കിൽ വരുന്ന സ്ട്രൈക്കുകളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ പ്രോബ്ലം കിടക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ തമ്പനെയിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കഷ്ടപ്പെട്ട് നമ്മൾ നല്ല റീച്ചിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും ഈ ഒരു പണി കിട്ടുന്നത്. ഒരു സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ ഉറപ്പായിട്ടും യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്യും. കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മുടെ ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റീച്ച് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്റെ ചാനൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വാർണിംഗ് വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആ ഒരു വാർണിംഗ് വന്ന വീഡിയോ കുറെ കണ്ടു നോക്കി, എന്തെങ്കിലും പ്രശ്നം ആ വീഡിയോയിലുണ്ടോ? വീഡിയോയിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എനിക്കും പറ്റിയ മിസ്റ്റേക്ക് എന്താണ്, ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കീവേഡ്സിൽ നിന്നാണ് പ്രശ്നം പറ്റിയത്. അതൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. അപ്പം എന്താണ് സംഭവിച്ചത്, ഈ പ്രൊമോഷന്റെ ചില വീഡിയോകളിലെയൊക്കെ ഹാഷ്ടാഗും അതേപോലെ തന്നെ കീവേഡ്സും ഒക്കെ ഈ കമ്പനികൾ അയച്ചു തരും. അവർ പറയും ഇന്ന ഹാഷ്ടാഗും ഇന്ന ഇത് ആ വീഡിയോയിൽ കൊടുക്കണം,
ഇത് റാങ്കിങ്ങിലുള്ള കീവേഡ്സ് ആണെന്നൊക്കെ പറഞ്ഞാണ് അവർ അയച്ചു തരുന്നത്. അപ്പോൾ സാധാരണ ഞാനത് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അവർ അയച്ചു തന്ന ഈ കീവേഡ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു. ഞാൻ വലുതായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയില്ല എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെങ്കിൽ ആ കീവേഡ്സിനുള്ളിലായിരുന്നു പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ ആ കീവേഡ്സ് ആണ് എനിക്ക് സ്ട്രൈക്ക് കൊണ്ടുതന്നത്, അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ട് എന്റെ ചാനലിൽ വന്നത്. പിന്നീട് ഞാൻ ചെയ്തത് ആ സെയിം വീഡിയോ തന്നെ എന്റെ മറ്റൊരു ചെറിയ ചാനലുണ്ട്, ആ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നോക്കി അതിന് സ്ട്രൈക്ക് വരുന്നുണ്ടോ എന്ന്. പക്ഷേ അവിടെ സ്ട്രൈക്ക് വന്നില്ല. കുറെ എനിക്കൊന്ന് 1-2 ആഴ്ചത്തോളം ആ വീഡിയോ അവിടെ കിടന്നു. അതിനുശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ രണ്ടാമത്തെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കാരണം വീഡിയോയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷെങ്കിൽ സ്ട്രൈക്ക് വന്നില്ല. കാരണം ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ തമ്പനയിലോ ഒന്നും തന്നെ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. വെറുതെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. അവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ സെയിം ചാനലിൽ തന്നെ, സ്ട്രൈക്ക് വന്ന ചാനലിൽ തന്നെ സെയിം കണ്ടന്റ് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തിട്ട് ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം മാറ്റി തമ്പനയിലും ഒക്കെ മാറ്റിയതിനു ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്തു. സെയിം കണ്ടന്റ് അതേപോലെ തന്നെ ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. അവിടെയും സ്ട്രൈക്ക് ഒന്നും ഉണ്ടായില്ല. അപ്പം സ്ട്രൈക്ക് കിട്ടിയ വീഡിയോയിൽ എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൽ കൊടുത്ത കീവേഡ്സ് ചെക്ക് ചെയ്തില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്കും ഉണ്ടായത്. നിങ്ങൾ പ്രൊമോഷൻസ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ തരുന്ന ടാഗും കീവേഡ്സും കാര്യങ്ങളും കണ്ണും അടച്ച് വിശ്വസിച്ച് എടുത്ത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊന്നും കൊടുക്കരുത്, അല്ലെങ്കിൽ ടാഗിൽ കൊടുക്കരുത്. അവർ പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതിനോടൊപ്പം തന്നെ ഓരോ പ്രൊമോഷൻ നമ്മൾ ചെയ്യുമ്പോഴും ഇവർ ലിങ്കുകളൊക്കെ കൊടുക്കാനായിട്ട് പറയും ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഈ ലിങ്കുകളൊക്കെ ഓപ്പൺ ആക്കി നോക്കുക, ഇത് എങ്ങോട്ടാണ് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ഒരു ലിങ്കും ഡിസ്ക്രിപ്ഷനും എല്ലാം കൂടെ അയച്ചു തന്നു, നമ്മൾ നേരെ അതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്ത് പൈസയും മേടിച്ച് നമ്മുടെ പരിപാടി തീർക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലാണത് പ്രശ്നമായിട്ട് മാറുന്നത്. മനസ്സിലായോ? ഒരു ലിങ്ക് ഒരു കമ്പനി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ തന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് എന്താണ്, അതിൽ എന്താണുള്ളത്, ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റ് വല്ലതും ആണോ, ഉടായ്പ പരിപാടി വല്ലതും ഉള്ളതാണോ, ഈ കാര്യം നമ്മളാണ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള പണികൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.